പ്രവാസി ചാനൽ മലയാളി.comന്റെ ഏറ്റവും പുതിയ വാർത്താധിഷ്ഠിത പരിപാടി അറൌണ്ട് ദി വേൾഡിലേക്ക് പ്രവാസി ചാനൽ മലയാളിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഹനീന നജീബ്. നോക്കാം ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകൾ. വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ട് ഹ്യൂസ്റ്റണിൽ നടന്ന ഇൻഡോ അമേരിക്കൻ ഫെസ്റ്റ് ചരിത്ര സംഭവമായി. മെയ് 24 ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെ നീണ്ട ദൃശ്യ സംഗീത വിസ്മയം തീർത്ത ഇൻഡോ അമേരിക്കൻ ഫെസ്റ്റ് വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ട് വേറിട്ടതും ശ്രദ്ധേയവുമായി മാറി. ലണ്ടൻ മെട്രോയിൽ ഇന്ത്യൻ യുവതിയുടെ വിഷപ്പടക്കൽ, അനുകൂലിച്ചും എതിർത്തും സോഷ്യൽ മീഡിയ, ബ്രിട്ടീഷുകാരടക്കം പങ്കുവയ്ക്കുന്നത് അധിക്ഷേപ കമന്റുകൾ, വീഡിയോ വൈറൽ. ജർമ്മനിയിലെ കുടിയേറ്റക്കാർക്കുള്ള ഫാസ്റ്റ് ട്രാക്ക് പൗരത്വം നിർത്തലാക്കി. കുടുംബ പുനരേകീകരണത്തിനുള്ള നിയന്ത്രണങ്ങൾ ജർമ്മനി കർശനമാക്കി. സിഡ്നിയിൽ WMC ഫാർ ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ റീജിയണൽ തെരഞ്ഞെടുപ്പ് നടന്നു. നിയാസ് കണ്ണോത്ത് ചെയർമാനായും ദീപ നായർ പ്രസിഡന്റായും 2025-27 ടേമിലേക്കുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഷാർജ ഇന്റർനാഷണൽ ഹെറിറ്റേജ് അവാർഡ് മലബാർ ഫൗണ്ടേഷൻ സ്വീകരിച്ചു. ഷാർജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെറിറ്റേജിന്റെ ഹെറിറ്റേജ് അവാർഡ് മലബാർ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്കരി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ നൂറുദ്ദീൻ മുസ്തഫ നൂറാനി എന്നിവർ ചേർന്ന് പുരസ്കാരം സ്വീകരിച്ചു. ഓർമ്മയുണ്ടോ ഈ മുഖം സുരേഷ് ഗോപിയേട്ട? മലയാളത്തിൽ വീഡിയോ ചെയ്ത് പ്രധാനമന്ത്രി മോദിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് കിളിപ്പോയി. ഹലോ സുരേഷ് ചേട്ടാ, ഓർമ്മയുണ്ടോ ഈ മുഖം? വൈറലായി വീഡിയോ. അറൌണ്ട് ദി വേൾഡ് വാർത്തകൾ വിശദമായി. വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ട് ഹ്യൂസ്റ്റണിൽ നടന്ന ഇൻഡോ അമേരിക്കൻ ഫെസ്റ്റ് ചരിത്ര സംഭവമായി. മെയ് 24 ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെ നീണ്ട ദൃശ്യ സംഗീത വിസ്മയം തീർത്ത ഇൻഡോ അമേരിക്കൻ ഫെസ്റ്റ് വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ട് വേറിട്ടതും ശ്രദ്ധേയവുമായി മാറി. ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസിന്റെ ആഭിമുഖ്യത്തിൽ ഹ്യൂസ്റ്റണിൽ ഏറ്റവും വലിയ ഇവന്റ് സെന്ററുകളിൽ ഒന്നായ GSH ഇവന്റ് സെന്ററിൽ രാവിലെ മുതൽ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ കടന്നു വന്നുകൊണ്ടേയിരുന്നു. ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ് പ്രഖ്യാപിച്ച കർമ്മശ്രേഷ്ഠ അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം പൂർണ്ണ സമയം ഉണ്ടായിരുന്നുവെന്നതാണ് ഫെസ്റ്റിനെ മികവുറ്റതാക്കി മാറ്റിയത്. മുഖ്യ സംഘാടകൻ ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ് ചെയർമാൻ ജെയിംസ് കൂടൽ ചെന്നിത്തലയെ സമ്മേളന നഗറിലേക്ക് സ്വാഗതം ചെയ്തു. തുടർന്ന് രാവിലെ 11 മണിക്ക് 40-ൽ പരം ബിസിനസ് സ്റ്റാളുകൾ അടങ്ങിയ ബിസിനസ് എക്സിബിഷൻ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. പ്രവാസികൾ നേരിടുന്ന വിവിധ പ്രതിസന്ധികളെ കുറിച്ച് പ്രമുഖ വ്യക്തിത്വങ്ങൾ സംസാരിച്ചു. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് തോമസ് മൊട്ടയ്ക്കൽ, സജിമോൻ ആന്റണി, ബേബി മണക്കുന്നേൽ, ഡോക്ടർ ബാബു സ്റ്റീഫൻ, സ്റ്റാൻലി ജോർജ്, ഈപ്പൻ കുര്യൻ തിരുവല്ല, KP വിജയൻ തിരുവല്ല എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബിസിനസ് സമ്മിറ്റ് നടന്നു. അലക്സ് ബരാക്, സുകേഷ് ഗോവിന്ദൻ, ജോൺ ബർഗീസ്, ആശ ജിൻസി, ജോൺ ബാബു, സോണി ജോസഫ്, ജോർജ് ജോസഫ് തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ചകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് മീറ്റ് ദ ലീഡർ ആസ്ക് എ ക്വസ്റ്റ്യൻ പരിപാടിയിൽ സദസ്സിൽ നിന്നുയർന്ന എല്ലാ ചോദ്യങ്ങൾക്കും രമേശ് ചെന്നിത്തല മറുപടി പറഞ്ഞു. So I feel that this conference, India American Fest, will definitely give a new direction to the people who are living in Houston and other states of United States of America, from India and other places. ഉച്ചഭക്ഷണത്തിന് ശേഷം നഴ്സ് അസോസിയേഷൻ, WMC എന്നീ സംഘടനകളുടെ പ്രത്യേക സമ്മേളനങ്ങൾ നടന്നു. 4 മണിക്ക് ലക്ഷ്മി പീറ്ററിന്റെ നേതൃത്വത്തിൽ നടന്ന മേക്ക് ക്വീൻ സൗന്ദര്യ മത്സരം കാണികൾക്ക് ദൃശ്യവിസ്മയം നൽകി. തുടർന്ന് പുരസ്കാരദാന സമ്മേളനത്തിൽ പ്രമുഖ വ്യക്തിത്വങ്ങളെ അവാർഡ് നൽകി ആദരിച്ചു. രമേശ് ചെന്നിത്തലയ്ക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരം, ഡോക്ടർ ബാബു സ്റ്റീഫന് കർമ്മശ്രീ അവാർഡും KP വിജയന് സേവനശ്രീ അവാർഡും നൽകി. മറ്റ് നിരവധി വ്യക്തിത്വങ്ങളെയും ആദരിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായ ജഡ്ജ് KP ജോർജ്, മേയർ റോബിൻ ഇലക്കാട്ട്, മേയർ കെൻ മാത്യു, ജഡ്ജ് ജൂലി മാത്യു തുടങ്ങിയവർ മുഴുവൻ സമയവും ചടങ്ങുകളിൽ പങ്കെടുത്തു. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കൻ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ ഫെസ്റ്റിൽ സജീവമായി പങ്കെടുത്ത് സംസാരിച്ചു. വൈകിട്ട് 7:30 ഹാളിൽ തിങ്ങി നിറഞ്ഞ സംഗീതാസ്വാദകരെ ആവേശത്തിന്റെ കൊടുമുടിയിലേറ്റിയ ഷാൻ റഹ്മാൻ ഷോ രാത്രി 11 വരെ നീണ്ടു. ജീമോൻ റാന്നി, ലക്ഷ്മി പീറ്റർ എന്നിവർ MC ടീമിനെ നയിച്ച് പരിപാടികൾ നിയന്ത്രിച്ചു. ഹ്യൂസ്റ്റണിൽ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഇങ്ങനെയൊരു മുഴുദിന പരിപാടി ആദ്യ അനുഭവമായിരുന്നുവെന്ന് പങ്കെടുത്തവർ പറഞ്ഞു. ലണ്ടൻ മെട്രോയിൽ ഇന്ത്യൻ യുവതിയുടെ വിഷപ്പടക്കൽ, അനുകൂലിച്ചും എതിർത്തും സോഷ്യൽ മീഡിയ, ബ്രിട്ടീഷുകാരടക്കം പങ്കുവയ്ക്കുന്നത് അധിക്ഷേപ കമന്റുകൾ, വീഡിയോ വൈറൽ.
ലണ്ടൻ മെട്രോയിലെ സീറ്റിലിരുന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന യുവതിയുടെ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയത്. വീഡിയോയ്ക്ക് താഴെ ബ്രിട്ടീഷുകാരടക്കം നിരവധി പേരാണ് അധിക്ഷേപ കമന്റുകൾ പങ്കുവച്ചത്. ടിക്ടോക്കിൽ പങ്കുവച്ച വീഡിയോ ആണ് ശ്രദ്ധേയമായത്. ലണ്ടൻ ട്യൂബിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന യുവതിയുടെ വീഡിയോ പ്രചരിച്ചതോടെ ഇത് ഇന്ത്യയല്ലെന്നും ഇംഗ്ലണ്ട് ആണെന്നും ഒരാൾ കമന്റ് ചെയ്തപ്പോൾ യുവതിയുടേത് അറപ്പുളവാക്കുന്ന പ്രവൃത്തിയാണെന്ന് മറ്റു ചിലർ കമന്റ് ചെയ്തു. എന്നാൽ സ്പൂണും ഫോർക്കും ഉപയോഗിക്കാതെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന യുവതിക്ക് വൃത്തിയില്ലെന്നാണ് ചിലരുടെ പക്ഷം. നിരവധി ആളുകൾ ഇവരെ വംശീയമായി അധിക്ഷേപിക്കുന്ന കമന്റുകളും പങ്കുവച്ചിട്ടുണ്ട്. എത്ര മോശം രാജ്യത്ത് നിന്നാണ് ഇവർ വരുന്നതെന്നും നിലവാരമില്ലെന്നും ചിലർ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇട്ടു. ഇന്ത്യയെ പോലെ ബ്രിട്ടനെയും ഈ കുടിയേറ്റക്കാർ മൂന്നാം ലോക രാജ്യമാക്കുകയാണെന്നും കമന്റിൽ ചിലർ പറഞ്ഞു. പ്രവാസി ചാനൽ eMalayali.com അറൌണ്ട് ദി വേൾഡിൽ ഒരിടവേള. വിൽ ബി റൈറ്റ് ബാക്ക് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു അറൌണ്ട് ദി വേൾഡ്. ജർമ്മനിയിലെ കുടിയേറ്റക്കാർക്കുള്ള ഫാസ്റ്റ് ട്രാക്ക് പൗരത്വം നിർത്തലാക്കി. കുടുംബ പുനരേകീകരണത്തിനുള്ള നിയന്ത്രണങ്ങൾ ജർമ്മനി കർശനമാക്കി. ജർമ്മനിയിലെ വിദേശികളുടെ കുടുംബ പുനരേകീകരണവും പൗരത്വ ആവശ്യകതകളും സംബന്ധിച്ച രാജ്യത്തിന്റെ കുടിയേറ്റ നയങ്ങൾ കർശനമാക്കാൻ ലക്ഷ്യമിടുന്ന 2 ബില്ലുകൾ ജർമ്മനിയുടെ ഫെഡറൽ ക്യാബിനറ്റ് ബുധനാഴ്ച പാസാക്കി. നിയമമാകുന്നതിന് മുമ്പ് ബുണ്ടസ്ടാഗ് പാസാക്കേണ്ട ബില്ലുകൾ ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡ്രോബിൻഡ് ആണ് അവതരിപ്പിച്ചത്. കുടിയേറ്റ നയങ്ങൾ കർശനമാകുന്ന 2 ബില്ലുകളാണ് ബുധനാഴ്ച മന്ത്രിസഭ പാസാക്കിയത്. ജർമ്മൻ പൗരത്വത്തിനുള്ള 3 വർഷത്തെ ഫാസ്റ്റ് ട്രാക്ക് പ്രക്രിയ റദ്ദാക്കുന്ന ബിൽ ബുധനാഴ്ച മന്ത്രിസഭ പാസാക്കി. ഇത് നിയമമായപ്പോൾ ഉയർന്ന കുടിയേറ്റ വിദേശികൾക്ക് സ്വാഭാവിക നിയമമായ 5 വർഷത്തിന് പകരം വെറും 3 വർഷത്തിന് ശേഷം ജർമ്മൻ പൗരനാകാനുള്ള സാധ്യത ഇതോടെ അവസാനിപ്പിച്ചു. സിഡ്നിയിൽ WMC ഫാർ ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ റീജിയണൽ തിരഞ്ഞെടുപ്പ് നടന്നു. ലെക്സ് ഹോസ്റ്റ് കേരള തട്ടുകട റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന വേൾഡ് മലയാളി കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ നിയാസ് കണ്ണോത്ത് ചെയർമാനായും ദീപ നായർ പ്രസിഡന്റായും 2025-27 ടേമിലേക്കുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തിരഞ്ഞെടുക്കപ്പെട്ടു. സെക്രട്ടറി ആൻഡ് പബ്ലിക് ഓഫീസറായി ലിസ ബിനു, ട്രഷററായി അസ്ലം ബഷീർ, വൈസ് പ്രസിഡന്റായി ഡോക്ടർ ബാബു ഫിലിപ്പ്, ജോയിന്റ് സെക്രട്ടറിയായി അനീഷ എസ് പണിക്കർ, എക്സിക്യൂട്ടീവ് മെമ്പറായി ഷിജു അബ്ദു ഹമീദ്, കിരൺ ജിനൻ, സിദ് നായർ എന്നിവരും വിവിധ ചുമതലകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. WMC ഫാർ ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ റീജിയണൽ ചെയർമാൻ കിരൺ ജെയിംസിന്റെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ച് പുതിയ കമ്മിറ്റി രൂപീകരിച്ചത്. സ്പ്രിംഗ്ഫീൽഡ് കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ബ്രിസ്ബണിന്റെ സമീപ പ്രദേശമായ സ്പ്രിംഗ്ഫീൽഡ് സെൻട്രലിൽ സെൻട്രൽ സ്പ്രിംഗ്ഫീൽഡ് കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ വർണ്ണം സംഘടിപ്പിച്ചു. ഡൊമൈൻ പാർക്ക് ലാൻഡ്സിൽ വെച്ച് കൾച്ചറൽ സൊസൈറ്റിയും ബ്രൂക്ക് വാട്ടർ റെസിഡൻഷ്യലും ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികൾ ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഭരതനാട്യത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് സംഗീതം, ഗ്രൂപ്പ് ഡാൻസ്, കഥക്, മറ്റ് ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തങ്ങൾ, വെസ്റ്റേൺ നൃത്തങ്ങൾ എന്നിവ അവതരിപ്പിക്കപ്പെട്ടു. ക്ലാസിക്കൽ നർത്തകരും വെസ്റ്റേൺ നർത്തകരും ചേർന്ന് ഫ്യൂഷൻ നൃത്തവും കാഴ്ചവെച്ചു. പ്രചോദനത്തിന്റെ ഊർജം പരത്തിക്കൊണ്ട് ഐനാനി നഴ്സ് വീക്ക് ആഘോഷിച്ചു. ന്യൂയോർക്കിലെ ആയിരക്കണക്കിന് ഇന്ത്യൻ നഴ്സുമാരുടെ സ്വരമായ ഇന്ത്യൻ നഴ്സ് അസോസിയേഷൻ ഓഫ് ന്യൂയോർക്ക് അർത്ഥപൂർണവും വർണ്ണശബളവുമായി പരിപാടികളോടെ ഈ വർഷത്തെ നഴ്സ് ദിനം ആഘോഷിച്ചു. ആധുനിക നഴ്സിംഗ് പ്രൊഫഷന് വഴിയൊരുക്കുക ദി ലേഡി ആൻഡ് ദി ലാംബ് എന്ന ഇരട്ടപ്പേരിൽ അറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിന വാരത്തിൽ ഫ്ലോറൽ പാർക്ക് ജെയിംസ് ജെ ആംബ്രോസ് സ്കൂൾ ഹാളിൽ നടന്ന ആഘോഷം നഴ്സുമാർ തങ്ങളുടെ അസാമാന്യമായ സമർപ്പണത്തെ അഭിമാനത്തോടെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. നിരവധി കലാപരിപാടികളും ഇതിനോടനുബന്ധിച്ച് നടന്നു. ഷാർജ ഇന്റർനാഷണൽ ഹെറിറ്റേജ് അവാർഡ് മലബാർ ഫൗണ്ടേഷൻ സ്വീകരിച്ചു. ഷാർജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെറിറ്റേജിന്റെ ഹെറിറ്റേജ് അവാർഡ് മലബാർ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ നൂറുദ്ദീൻ മുസ്തഫ നൂറാനി എന്നിവർ ചേർന്ന് പുരസ്കാരം സ്വീകരിച്ചു. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ മേൽനോട്ടത്തിലുള്ള ഷാർജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെറിറ്റേജിന്റെ ഈ വർഷത്തെ ഹെറിറ്റേജ് അവാർഡ് മർക്കസ് നോളജ് സിറ്റിയിലെ മലബാർ ഫൗണ്ടേഷൻ സ്വീകരിച്ചു. പൈതൃക സംരക്ഷണത്തിന് മികച്ച മാതൃകകൾ ഉണ്ടാക്കിയതിനാണ് മലബാറിനെ അവാർഡിന് അർഹമാക്കിയത്. ജ്ഞാനായ സമുദായം മനസ്സിൽ എന്താഗ്രഹിക്കുന്നുവോ ആ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ ശക്തമായി കൂടെ നിൽക്കുമെന്ന് സീറോ മലബാർ സഭ മേലാധ്യക്ഷൻ മേജർ ആർ ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. ഷിക്കാഗോയിലെ 2ാമത്തെ ജ്ഞാനായ ഇടവകയും പ്രവാസി ജ്ഞാനായ സമൂഹത്തിലെ ഏറ്റവും വലിയ ഇടവകയുമായ ഷിക്കാഗോ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഇടവകയുടെ 15ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മാർ റാഫേൽ തട്ടിൽ. ജ്ഞാനായ സമുദായത്തിന്റെ കൂട്ടായ്മയും ഊഷ്മളതയും ഒത്തൊരുമയും അതിശയകരമാണ്.
സഭയുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന നിലവറയാണ് ജ്ഞാനായ സമൂഹം, മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. സീറോ മലബാർ സഭയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുകയും സഭയുടെ പ്രതിസന്ധി കാലഘട്ടത്തിൽ കൈവിടാതെ കൂടെ നിൽക്കുകയും സഹായിക്കുകയും ചെയ്തവരാണ് ജ്ഞാനായ സമൂഹം. അതിനാൽ ആ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും കെട്ടുറപ്പിനും ആവശ്യമുള്ളതെല്ലാം ലഭിക്കാൻ സീറോ മലബാർ സഭ കൂടെ നിൽക്കുമെന്ന് ഉറപ്പു നൽകുന്നതായി തട്ടിൽ പിതാവ് പറഞ്ഞു. ഓർമ്മയുണ്ടോ ഈ മുഖം സുരേഷ് ഗോപിയേട്ട? മലയാളത്തിൽ വീഡിയോ ചെയ്ത് പ്രധാനമന്ത്രി മോദിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് കിളിപോൾ. വൈറലായി വീഡിയോ. മലയാളം ഗാനങ്ങൾക്ക് ലിപ്സിംഗ് ചെയ്തും നൃത്തം ചെയ്തുമെല്ലാം സോഷ്യൽ മീഡിയ റീലുകളിലൂടെ കേരളത്തിന് സുപരിചിതനായ ട്രാൻസാനിയൻ താരൻ കിളിപോൾ കഴിഞ്ഞ ആഴ്ചയാണ് കേരളത്തിൽ വന്നത്. മലയാളികൾ സ്നേഹപൂർവ്വം ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കുന്ന കിളിപോൾ തന്റെ ആദ്യ മലയാള സിനിമയായ ഇന്നസെന്റ് എന്ന ചിത്രത്തിൽ അഭിനയിക്കാനാണ് കൊച്ചിയിലെത്തിയത്. അപ്പോഴാണ് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിക്ക് അദ്ദേഹം തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ച് വീഡിയോ സന്ദേശം അയച്ചത്. സുരേഷ് ഗോപിയുടെ സൂപ്പർ ഹിറ്റ് സിനിമയായ കമ്മീഷണറിലെ ഡയലോഗ് പറഞ്ഞാണ് അദ്ദേഹം വീഡിയോ തുടങ്ങുന്നത്. വീഡിയോ കാണാം. ഹലോ സുരേഷ് ചേട്ടാ, ഓർമ്മയുണ്ടോ ഈ മുഖം? I hope to see you one day, to see you and the Prime Minister Modi ji sir. I pray maybe then one day I get to meet both of you. It will be a pleasure for me. Looking forward to see you. Hope you get this message. Thank you. Love you so much. Take care of yourself. God bless you. Thanks. ഈ വീഡിയോ കണ്ട സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തെ ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന ഒറ്റക്കൊമ്പന്റെ സെറ്റിലേക്ക് ക്ഷണിച്ചു. God bless you too. So happy to see you and listen to you utter my name. Such a blessing. Definitely shall catch up. If you are in Cochin, it's only an hour and a half drive from Kochi to Thodupuzha, where I'm in a hotel shooting for Ottakomban. Would be a pleasure to have you either in my stay place or in my location. Any day, any time. Shall definitely catch up. Keep doing well. നവാഗതനായ സതീഷ് തൻവി സംവിധാനം ചെയ്യുന്ന ഇന്നസെന്റ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന കിളിപോളിന്റെ വരവ് ആരാധകർ ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കിളിപോളിന്റെ മോദിയെ കാണാനുള്ള ആഗ്രഹം സൂപ്പർ സ്റ്റാർ നടത്തിക്കൊടുക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ. കേരള ടൈംസ് എന്റർടൈൻമെന്റ്സും ഗ്ലോബൽ കോലീഷനും ട്വിലൈറ്റ് മീഡിയയും ചേർന്ന് ന്യൂയോർക്കിൽ നടത്തിയ ഹൈഫൈ ഷോ ഗംഭീര വിജയമായി. പ്രോഗ്രാമിൽ ആയിരങ്ങൾ പങ്കെടുത്തു.
ഇത് ഇവന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം ചേട്ടനെ പോലെയുള്ള ഒരു ലെജൻഡിന്റെ കൂടെ ഞാനൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടാൽ മതി എന്നൊന്ന് ആഗ്രഹിച്ച ഈ ഒരു വലിയ കലാകാരൻ്റെ കൂടെ എൻ്റെ മോനെ വായിക്കാൻ പറ്റിയത് ചേട്ടാ ഇതൊരിക്കലും മറക്കില്ല. ഏഷ്യനെറ്റ് ന്യൂസിന്റെ ഷിക്കാഗോയിലെ പ്രൊഡക്ഷൻ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്ന അലൻ ജോർജിന് ഏഷ്യൻ അമേരിക്കക്കാരുടെ സംഭാവനകളെ അംഗീകരിച്ചു നടന്ന പ്രത്യേക ചടങ്ങിൽ US കോൺഗ്രസ് അംഗം ജൊനാഥൻ ജാക്സൺ മീഡിയ എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു. അലന്റെ മികച്ച സാങ്കേതിക വൈദഗ്ധ്യത്തിനുള്ള അംഗീകാരമാണ് അവാർഡെന്ന് കോൺഗ്രസ് അംഗം ജാക്സൺ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള വാർത്തകളും വിശേഷങ്ങളും ഉൾപ്പെടുത്തിയ പ്രവാസി ചാനൽ eMalayali.comന്റെ വാർത്താധിഷ്ഠിത പരിപാടി അറൌണ്ട് ദി വേൾഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും news@pravasichannel.com എന്ന ഇമെയിലിൽ ഞങ്ങളെ അറിയിക്കുക. ഞാൻ ഹനീന നജീബ്. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.